സ്നേഹസമ്പന്നനായ സഖാക്കളെ, സുഹൃത്തുക്കളെ, പൂവച്ചൽ പഞ്ചായത്ത് മേഖലയിൽ നിന്ന് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യൂത്ത് ലീഗിൻ്റെ അരുവിക്കര മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി നേതാക്കളുടെ നേതൃത്വത്തിൽ ലീഗിൽ നിന്നും യൂത്ത് ലീഗിൽ നിന്നും രാജിവെച്ച് CPM-ലേക്ക് ചേരുന്ന വിവരം അറിയിക്കുകയാണ്. എൻ്റെ ഭാഗമായി അവരെ CPM-ലേക്ക് സ്വീകരിക്കുന്ന യോഗ നടപടികളാണ് ആരംഭിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി അംഗവും പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ സഖാവ് K. രാമചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാറേ, ഈ സ്വീകരണ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പൂവച്ചൽ ലോകകമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ടുള്ള സ്വീകരണം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സാവാനാവ്, പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ജി സ്റ്റീഫൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സാവ് ഐ സാജു, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സാവ് N. വിജയകുമാർ, P. സനൽകുമാർ, മറ്റ് പാർട്ടി ബന്ധുക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ നമ്മുടെ പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ എത്തിയിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും എടുത്ത രാഷ്ട്രീയ നിലപാടുകളോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വർഗീയ രാഷ്ട്രീയം വിട്ട് വർഗരാഷ്ട്രീയത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിൽ ഇതിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള പ്രവർത്തകർ യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റും ശ്രീ സജാദും, ലീഗിൻ്റെ പൂവച്ചൽ പഞ്ചായത്ത് ട്രഷറർ സൗ സലീമും മുനീറും ഒക്കെ തന്നെ ഈ ആവശ്യം അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സാവ് ഐ സാജുവിനോട് പ്രകടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ സഹ ഉടൻ തന്നെ എന്നെ ബന്ധപ്പെടുകയും ഇവരെ ബന്ധപ്പെട്ട് വേണ്ടുന്ന നടപടികളെടുക്കുക, ഇവിടുത്തെ പാർട്ടിയുമായിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള ആലോചനകൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ പെട്ടെന്നൊരു യോഗം സംഘടിപ്പിക്കുന്നത്. ഈ യോഗം ഇങ്ങനെയല്ല സംഘടിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഈ കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് കുറേ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ യോഗം ചേരുന്നത്. അപ്പോൾ ഇതിലേക്ക് കടന്നു വന്ന ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ള 7 പേരാണ്. ഒരു 7 പേര് മാത്രമല്ല, 8 പേർ മാത്രമല്ല, നേതാക്കളാണ് അവരുടെ കുടുംബങ്ങൾ അതിനേക്കാളപ്പം. അപ്പോൾ ആ കുടുംബങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വലിയൊരു യോഗം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ എന്തായാലും അടുത്ത സമയത്തൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കൊച്ചി യോഗത്തിലേക്ക് വന്നത്. പൂവച്ചലിലെ തിരുവനന്തപുരം ജില്ലയിലെ ലീഗിന് ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശങ്ങളിലൊന്നാണ് പൂവച്ചൽ. പൂവച്ചലിലെ മുമ്പ് ലീഗിൽ നിന്ന് തന്നെ ഒന്നും എറ്റിയും തെറ്റിയുമായിട്ടൊക്കെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ കൂട്ടത്തോടുകൂടി നമ്മൾ ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഇന്നത്തെ സമകാലീന രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഈ കാലത്ത്, ഈ കൊറോണയുടെ കാലത്ത് അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാരും ജനങ്ങളും പ്രത്യേകിച്ച് പാർട്ടിയും നടത്തുന്ന ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ ആകൃഷ്ടരായിക്കൊണ്ടാണ് അവരിതിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി ആ വിഭാഗത്തിലെ ന്യൂനപക്ഷ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകളുടെ അവരുടെ ആവശ്യം, ഇപ്പോൾ നമുക്കറിയാം രാജ്യത്ത് BJP ഭരണം വന്നപ്പോൾ BJPയുടെ എല്ലാ വർഗീയ നിറവും പുറത്തിറക്കിക്കൊണ്ട് വലിയ രീതിയിലേക്ക് അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ പോലും പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട്
ഇവിടുത്തെ UDF സംവിധാനത്തിനോ മറ്റോ കഴിയുന്നില്ല. അതിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്ന് പ്രധാനമായി നിൽക്കുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ആ പാർട്ടിയുടെ തണലിലേക്ക് വന്ന നിങ്ങളെ ഈ ഹ്രസ്വമായ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ യോഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വന്നത് നിങ്ങളുടെ ഈ പ്രത്യേക കാലഘട്ടം ആലോചിക്കുക. ഇങ്ങനൊരു യോഗത്തിലേക്ക് ഈ കോവിഡ് കാലത്ത് വളരെ സ്ട്രിക്റ്റായിട്ടിരിക്കുന്ന കാലത്ത് വരാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ആനാവൂര് കാണിച്ച ആ താല്പര്യത്തെയും അതിയായ പാർട്ടി ഇവിടുത്തെ പൂച്ചല പാർട്ടിക്ക് അതിലതിയായ സന്തോഷവും അഭിവാദ്യമുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും പൂച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള സൗ കെ രാമചന്ദ്രൻ ആ സഖാവിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആദരണീയനായ ജില്ലാ സെക്രട്ടറി, ഈ ജില്ലയിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മുടെ പാർട്ടിയെ സ്വീകാര്യമാക്കുന്ന തലത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് ആനാവൂര് സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഉദ്ഘാടനം സ്വാഗതം. അതോടൊപ്പം ഈ യോഗ പരിപാടിയിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഇവരെ എന്നെ ബന്ധപ്പെടുമ്പോൾ ആ നിമിഷം തന്നെ ഞാൻ സഖാവിനെ വിളിക്കുകയും സഖാവിൻ്റെ അഭിപ്രായം ആരായും ഇപ്പോൾ സഖാവ് പറഞ്ഞ് എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, നമ്മുടെ സഖാക്കളെല്ലാം കൂട്ടിയോജിച്ചുകൊണ്ട് എല്ലാ തലത്തിലും മുന്നോട്ട് പോകാനും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സഖാവ് ജി സ്റ്റീഫനാണ്. സഖാവിനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് സസൂക്ഷ്മം എല്ലാ ദിവസവും ഇതിൻ്റെ എങ്ങനെയാണ് വിവരങ്ങളൊക്കെ വിളിച്ചാരായുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ഐസാജു ആ സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള സഖാവ് N വിജയകുമാർ, സഖാവ് T സനൽകുമാർ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നേക്ക് ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇതിനുവേണ്ടി നേതൃപരമായി പങ്കെടുത്ത ശ്രീ സജാദ് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ സലീമ, മുനീറ, ഷിബു എല്ലാവരെയും, അതോടൊപ്പം നമ്മുടെ ഇന്നൊരു അസാന്നിധ്യവും കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഇതിലേക്ക് വരാനുള്ള സഖാവ് ഒരാൾ ഈ സ്ഥലത്തില്ല, അദ്ദേഹം കോഴിക്കോടായിപ്പോയി സിദ്ദിഖ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ യോഗം തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഇപ്പോൾ വരുന്നവർ സജാദ്, അദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റാണ് യൂത്ത് ലീഗിൻ്റെ. സലീം മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയുടെ ട്രഷററാണ്. മുനീറ യൂത്ത് ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നവാസ് യൂത്ത് ലീഗിൻ്റെ പുത്തമ്പള്ളി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഷിബു യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. ജിയാസ് മുസ്ലിം ലീഗ് ഉണ്ടപ്പാറ മുൻ യൂണിറ്റ് പ്രസിഡൻ്റാണ്. മെഹബൂബ് ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ്. സിദ്ദിഖ് യൂത്ത് ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇത്രയും പേരാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ഓരോരുത്തരെയും വ്യക്തിപരമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾ കാണിച്ച ഈ താല്പര്യത്തെ ഇവിടുത്തെ പാർട്ടി ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന രംഗത്തേക്ക് വരും എന്ന് മാത്രം ഉറപ്പ് തന്നുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത ബാക്കി എല്ലാ സഹകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. സഹകളെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സന്മനസ് കാണിച്ച ഈ പ്രദേശത്തെ പ്രിയപ്പെട്ടവരെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ആനാവൂർ നാഗപ്രസാദിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ അകലം പാലിച്ചിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് സ്വയം നിങ്ങൾ അകലം പാലിച്ചോടെ നിൽക്കാൻ.
ഇവിടെ 2 മീറ്റർ അകലം പാലിച്ച് നിൽക്കണം. 2 മീറ്റർ നമ്മളെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അതാണ്. 2 മീറ്റർ അകലം പാലിച്ചേ നിൽക്കാം. ആദ്യമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ വന്നിട്ടുള്ള സഹകൾക്ക് സ്വീകരണമാണ്. ആദ്യമായി യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ്. അഭിവാദ്യങ്ങൾ 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 സഖാക്കളെ അഭിവാദ്യങ്ങൾ സഖാക്കളെ ജാതി മത ഭ്രാന്തു തീർത്ത കോട്ടകൾ തകർക്കുവാൻ കടന്നു വന്ന കൂട്ടരെ ധീരരം സഖാക്കളെ ലസലാം ലസലാം. യൂത്ത് ലീഗിന്റെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി മുനീർ. അഭിവാദ്യങ്ങൾ 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 സഖാക്കളെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ട്രഷറർ സലീം. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ ചോരയിൽ എഴുതിയ അഭിവാദ്യങ്ങൾ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു. അഭിവാദ്യങ്ങൾ 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 ചോരയിൽ എഴുതിയ അഭിവാദ്യങ്ങൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ ലസലാം 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 സഖാക്കളെ. ജിയാസ് ഉണ്ടപ്പാറ യൂണിറ്റ് സെക്രട്ടറി ജിയാസ്. ലസലാം 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 സഖാക്കളെ ലസലാം ലസലാം നൂറ് നൂറ് ലസലാം. യൂത്ത് ലീഗിന്റെ പുത്തമ്പള്ളി യൂണിറ്റ് സെക്രട്ടറി നവാസ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ ലസലാം 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 സഖാക്കളെ മഹബൂബ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ ലസലാം സഖാക്കളെ യൂത്ത് ലീഗിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ്. ഇൻകുലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സഖാക്കളെ ജാതി മത ഭ്രാന്തു തീർത്ത കോട്ടകൾ തകർക്കുവാൻ കടന്നു വന്ന ധീരരെ ധീരരം സഖാക്കളെ ലസലാം 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 സഖാക്കളെ ലസലാം 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 സഖാക്കളെ. സഖാക്കളെ, ഈ വേദിയിലും സദസ്സിലുമുള്ള അഭിനന്ദരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഈ പ്രദേശത്തെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പൂവച്ചൽ പഞ്ചായത്ത് മേഖലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരായി പ്രവർത്തിച്ചിരുന്ന 8 സുഹൃത്തുക്കൾ ഇന്നു മുതൽ
CPM-ലേക്ക് എത്തുകയാണ്. അവരെ സ്വാഗതം ചെയ്യുക എന്ന മഹത്തായ ഒരു ചടങ്ങിനാണ് നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സജാദ് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന ശ്രീ മുനീർ, മുസ്ലിം ലീഗ് പഞ്ചായത്തിൻ്റെ ട്രഷറർ സലീം, യൂത്ത് ലീഗ് പുത്തമ്പള്ളി യൂണിറ്റ് സെക്രട്ടറി നവാസ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു, യൂത്ത് ലീഗ് ഉണ്ടപ്പാറ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ജിയാസ്, ലീഗ് അനുഭാവിയായ മെഹബൂബ്, യൂത്ത് ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദീഖ്, ഇങ്ങനെയുള്ള 8 പേരും അവരുടെ കുടുംബങ്ങളുമാണ് CPM-ലേക്ക് ഇന്ന് എത്തിച്ചേർന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ നാട് അതിഗുരുതരമായ വർഗീയതയിലേക്ക് നാടിനെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായ അവസരത്തിൽ തന്നെ ഈ രാജ്യം ഹിന്ദു വർഗീയതയുടെ രാജ്യമാണ് എന്നും ലോകത്തുള്ള ഏക ഹൈന്ദവ രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജനിക്കുന്നവരെല്ലാം ഹൈന്ദവീസം അംഗീകരിക്കണമെന്നും അല്ലാത്തവർക്ക് പൗരാവകാശം നിഷേധിക്കണം എന്നുമുള്ള ഗോൾവാൾക്കറുടെ സിദ്ധാന്തപ്രകാരം പ്രവർത്തിക്കുന്ന RSS, അതിൻ്റെ പഴയ രൂപമായ ഹിന്ദു മുന്നണിയും പുതിയ രൂപമായ BJP അന്നു മുതൽ ഇന്ന് വരെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഭരണഘടനയുണ്ടായ ദിവസം, ഇന്ത്യ രാജ്യം ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടന പാസാക്കിയ ദിവസം ഡൽഹിയിൽ അവർ പ്രകടനം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധ പ്രകടനത്തിൽ അവർ പറഞ്ഞത്, ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ ഭരണഘടന ഇന്ത്യ രാജ്യത്തിൻ്റെ തനതായ സംസ്കാരം ഉൾക്കൊള്ളുന്നില്ല, ഈ ഭരണഘടന അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്ത്യയുടെ തനതായ സംസ്കാരം ഉൾക്കൊള്ളുന്നത് മനുസ്മൃതിയിലാണ്. ആ മനുസ്മൃതി നടപ്പാക്കുന്ന അംഗീകരിക്കുന്ന വ്യവസ്ഥകൾ മാത്രമേ, അത് ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ. ഇതായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക്കായി ഭരണഘടന പ്രഖ്യാപിച്ച ദിവസം ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ലക്ഷ്യം വെച്ച് അവർ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് അതിൻ്റെ തെറ്റായ സാമ്പത്തിക രാഷ്ട്രീയ നയത്തിൻ്റെ ഫലമായി ഒരു കാലത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളൊട്ടാകെ RSS-ന്റെയും BJP-യുടെയും വർഗീയ ശക്തികളുടെയും പിടിയിൽ അമർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ വിശാലമായ ഹിന്ദി മേഖലയൊട്ടാകെ നിങ്ങൾ പരിശോധിച്ചാൽ ആ മേഖലയൊട്ടാകെ തന്നെ ഒരു കാലത്ത് ചോദ്യം ചെയ്യാൻ കഴിയില്ലാത്ത ശക്തിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഏതാണ്ട് ആ പ്രദേശത്ത് നാമാവശേഷമായി മാറിയിരിക്കുകയാണ്. അവിടെയെല്ലാം പിടിച്ചു വന്നതാവട്ടെ BJP-യാണ്. തെറ്റായ സാമ്പത്തിക നയത്തിൻ്റെ ഫലമായി, രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി BJP-ക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കുന്ന പണിയായിരുന്നു ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായി നമ്മുടെ നാട് മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എന്ന ഭരണഘടന എന്ന നമ്മുടെ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ വർഗീയ ശക്തിയായ BJP ആ ഭരണഘടനയുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ BJP അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു കാര്യം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നാൽ അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, മതനിരപേക്ഷത ഇല്ലാതാക്കും.
അത് നാടിനെ അതിശക്തിയായ വർഗീയതയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഭരണഘടന തന്നെ അപ്രസക്തമാകും, ദുർബലപ്പെടും. ഭരണത്തിന്റെ ശിലാകേന്ദ്രങ്ങളിലുണ്ടാകെ തന്നെ RSSനെയും BJPയെയും കുടിയിരുത്തും. അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് ഈ നാട് എത്തിച്ചേരും. ഇതിനെ ചെറുക്കാൻ ആർക്കാവും എന്നതായിരുന്നു പ്രധാന ചോദ്യം. അസന്നിഗ്ധമായി ഞങ്ങൾ ഒരു കാര്യം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു: കോൺഗ്രസിന് അതിനെ ചെറുക്കാനാവില്ല. അതിനുള്ള ഇച്ഛാശക്തിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. പലപ്പോഴും അത് വർഗീയതയുമായി സന്ധി ചെയ്യുന്ന സ്വഭാവമുള്ള പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടി അല്ലെങ്കിലും വർഗീയതയെ ശക്തിയായി ചെറുത്തു തോൽപ്പിക്കാൻ കോൺഗ്രസിനാവില്ല. രണ്ടോട്ടിന് വേണ്ടി ഏത് വർഗീയതയുമായും സന്ധി ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എങ്ങനെയെങ്കിലും ഏത് കുറുക്കവാക്കായാലും അധികാരത്തിൽ വരിക എന്നതിനപ്പുറം വർഗീയതയെ ചെറുക്കാൻ പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി യാതൊരു കരുത്തുമില്ലാത്ത ഉൾക്കരുത്തില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അതാവില്ല എന്നും ഉള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ, BJPയെ ചെറുത്തു തോൽപ്പിക്കാൻ, RSSന്റെ വർഗീയതയെ തകർക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനും മതനിരപേക്ഷ ശക്തികൾക്ക് മാത്രമേ ആവൂ എന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യനിരയാണ് ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്നും ആ ഇടതുപക്ഷ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്താൻ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യത്തെ ജനങ്ങളും മതന്യൂനപക്ഷങ്ങളും തയ്യാറാവണം എന്നും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിന് മുമ്പും പിമ്പും രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അഭ്യർത്ഥന പൂർണ്ണമായി അംഗീകരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായില്ല എന്ന് അനുഭവം സൂചിപ്പിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ യാഥാർത്ഥ്യം മുൻവെച്ചുകൊണ്ട് ശക്തിയായ പ്രവർത്തനങ്ങളുമായി ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് CPM ഇടതുപക്ഷ പാർട്ടികളും പറഞ്ഞതാണ് ശരിയെന്ന് ഇന്ന് കാലം തെളിയിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കുറേ ഭാഗത്തെങ്കിലും കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് വിജയിച്ചു വന്നപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായി. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനാവും എന്നൊരു പ്രതീക്ഷ. അതിന് കൂടുതൽ പ്രചാരവേല കോൺഗ്രസ് നൽകി. പക്ഷേ ഈ വസ്തുത എന്താണ്? ജയിച്ചു വന്ന ഓരോ സംസ്ഥാനങ്ങളും നിങ്ങൾ പരിശോധിക്കും. നമ്മുടെ രാജ്യത്തെ രാജസ്ഥാൻ അവർ ജയിച്ചു വന്ന സംസ്ഥാനമാണ്. ആ രാജസ്ഥാനിൽ അവിടെ കഴിഞ്ഞില്ല. കർണാടക കോൺഗ്രസിനെ ജനങ്ങൾ ജയിപ്പിച്ച BJP വിരുദ്ധ പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരണമില്ലാതായത്? കോൺഗ്രസിനകത്തുള്ള തമ്മിലടിയാണ് കോൺഗ്രസിന്റെ ഭരണമില്ലാതായത്. രാജസ്ഥാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം ഇല്ലാതായതിന്റെ കാരണമെന്ന് ഇവർ തമ്മിലുള്ള കോൺഗ്രസിനകത്തുള്ള തമ്മിലടിയാണ് ഈ തകർച്ചയ്ക്ക് കാരണം എന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഗോവയിൽ ജനങ്ങൾ ജയിപ്പിച്ചത് കോൺഗ്രസിനെയാണ്. ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ, ഞാൻ ആ പട്ടികയിലേക്ക് പോകുന്നില്ല. ഇന്ന് നിങ്ങൾ കാണുകയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിനെയാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. പക്ഷേ രാജസ്ഥാനിൽ നമ്മൾ കാണുന്നത് രാജസ്ഥാനിലെ പൈലറ്റ് കോൺഗ്രസ് വിട്ടുപോയി. 18ഓളം കോൺഗ്രസ് MLAമാർ കോൺഗ്രസ് രാജിവെച്ചു പോയി. അവർ രാജിവെക്കാനുള്ള കാരണമെന്തേ? ഈ രാജ്യത്ത് ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ആ രാജി. എനിക്കെന്ത് കിട്ടുമെന്നതാണ് ഓരോരുത്തരുടെയും ചോദ്യം. മുഖ്യമന്ത്രി കസേരക്കും മന്ത്രി കസേരക്കും അധികാരത്തിനും വേണ്ടിയുള്ള കടിപിടി കൂട്ടുന്ന ആൾക്കൂട്ടത്തിൻ്റെ പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറി എന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലും അതുപോലെ തന്നെ മുമ്പ് മധ്യപ്രദേശിലുമെല്ലാം ഉണ്ടായത് അധികാര വടംവലിയാണ്, അധികാരത്തിന് വേണ്ടിയുള്ള എടുത്തിയാട്ടമാണ്. അതാണ് നമ്മൾ കർണാടകത്തിൽ കണ്ടത്. കോൺഗ്രസ് അത്തരമൊരു ആൾക്കൂട്ടമായി അതും അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
രാഷ്ട്രീയമായി ഈ നേതാക്കന്മാരെ പിടിച്ചു നിർത്താനുള്ള യാതൊരു സംവിധാനവും ഇല്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറി. കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത്, കേരളത്തിൽ രാവിലെ BJPയുടെ പ്രസിഡന്റ് പറയുന്ന അതേ കാര്യം വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുകയാണ്. ഏതാണ്ട് ജ്യേഷ്ഠാനുജന്മാരായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അധികാരത്തിൽ വരിക, അതിനുവേണ്ടി ഏത് കുറുക്കുമാർഗവും സ്വീകരിക്കുക, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ഏത് വർഗീയതയുമായി സന്ധി ചെയ്യുക, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുക, അങ്ങനെയുള്ളൊരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നത്, ലജ്ജാകരമായ നിലയിൽ ആ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നത് നമ്മൾ ഇതിനകം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള ഓരോ സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നന്നായി ബോധ്യമാവുന്നതാണ്. ഗുജറാത്തിൽ വിജയിച്ചു വന്ന കോൺഗ്രസിന്റെ MLA-മാർ എത്രയോ ആളുകൾ മാറി. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മധ്യപ്രദേശിൽ വീണ്ടും കോൺഗ്രസ് ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുവാണ്. കോൺഗ്രസ് ഇന്ന് വീണ്ടും ആളുകൾ പോകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ രാവിലെ അവരുടെ വാർത്തയിലൂടെ അതിൻ്റെ സൂചനകൾ നൽകിയിരിക്കുന്നത്. മറുഭാഗത്ത് BJP ആണെങ്കിൽ RSSന് യാതൊരു രാഷ്ട്രീയ തത്വദീക്ഷയുമില്ല. കോടാനുകോടി ഉറുപ്പിയുടെ കള്ളപ്പണമുള്ള പാർട്ടിയാണ് RSS BJP. അവരുടെ കയ്യിൽ രാജ്യത്തെ വൻകിട കുത്തക മുതലാളിമാരുടെ ഖജനാവ് അവർക്ക് വേണ്ടി ഏത് സമയവും തുറക്കപ്പെടുകയാണ്. കാരണം അവർ ഈ നാട് ഭരിക്കുന്നത് വൻകിട കുത്തക മുതലാളിമാർക്കാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവർ കൊടുക്കുന്ന കോടാനുകോടി ഉറുപ്പിക അത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ, MLA-മാരെ കോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങാൻ, അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹിതം, തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിക്കുന്ന ജനഹിതം അവർ അട്ടിമറിക്കുവാണ്. ജനാധിപത്യത്തിൻ്റെ ഹരിശ്രീ തന്നെ ഇല്ലാതാക്കുവാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം അത് പുത്തരിയല്ല. അവർക്ക് ജനാധിപത്യം അത്തറ്റ നിർത്തിയാണ്. അവർ ജനാധിപത്യം കാക്ഷിക്കുന്നില്ല. അവരത് പരസ്യമായി തുറന്നു പറയുകയാണ്. അവർ ജനാധിപത്യം ഇഷ്ടപ്പെടുന്നില്ല. അവിടെ അവർ കൊടുക്കുന്ന തുക വാങ്ങി സ്വന്തം കാര്യം നോക്കി പോകുന്ന MLA-മാരും പാർട്ടി നേതാക്കന്മാരും, അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം. അവരാരെയും പിടിച്ചു നിർത്താൻ കോൺഗ്രസിനാവുന്നില്ല. ഇന്ന് BJP നേതാക്കന്മാരിൽ 50% ആളുകൾ പഴയ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. PCC പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ വക്താക്കൾ, കോൺഗ്രസിൻ്റെ ദേശീയ വക്താക്കൾ, ഇങ്ങനെ തുടങ്ങിയ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ ആളുകളായിരുന്നു. 50% ആളുകൾ എന്നത് ഇന്ന് നിങ്ങൾ പരിശോധിച്ചാൽ, ആ ലിസ്റ്റെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. BJP ഏറ്റെടുക്കാൻ കോൺഗ്രസിനാവില്ല എന്ന് CPM-ന്റെ നിലപാട് 100% ശരി എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുക. അത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിവൈഭവം ഒന്നും നമുക്ക് ആവശ്യമില്ല. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ UDF-ന് ഒറ്റക്കാവില്ല എന്ന് അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന അവർ വർഗീയതകളുമായി ഓരോന്നുമായി സന്ധി ചെയ്യുകയാണ്. അവർ SDPI അടക്കമുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ച അവർ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കെതിരായി ന്യൂനപക്ഷ വർഗീയത വളർത്തിക്കൊണ്ടുവന്നാൽ അവർക്ക് രക്ഷയുണ്ടാകുമോ? ഗൗരവതരമായി ആലോചിക്കേണ്ടുന്ന, ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുകയാണ്. ഒരിക്കലും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പകരമാവില്ല ന്യൂനപക്ഷ വർഗീയത. അതിന് പരിഹാരമാവില്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ബന്ധപ്പെടുന്ന രണ്ട് ഇരട്ട സഹോദരന്മാരാണ്. ഇവർ പരസ്പരം ചൂണ്ടിയാണ് വളരാൻ ശ്രമിക്കുക. മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് അപ്പുറത്ത് RSS ഉണ്ട്. ഹിന്ദു വർഗീയവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നിങ്ങൾ SDPI ആയി അത്തരത്തിലെ സംഘടനകളായി വർഗീയമായി സംഘടിക്കണം, ജാതീയമായി സംഘടിക്കണം. ഇതാണ് അവരോട് ഉപദേശിക്കുക. തൊട്ടപ്പുറത്ത് BJP RSS ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് അപ്പുറത്ത് മുസ്ലിം സംഘടിപ്പിക്കുകയാണ്.
നിങ്ങളുടെ നേരെ നിങ്ങളുടെ ആചാരങ്ങൾ പോലും ഇല്ലാതാക്കും. ഭാവി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ഇല്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ RSS ആണ്. നിങ്ങൾ നോക്കൂ, ഇവർ രണ്ടുപേരും പരസ്പര ഊർജം എടുക്കുകയാണ്. പരസ്പരം ചൂണ്ടി അവർ വളരാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതമായാലും ന്യൂനപക്ഷ മതമായാലും പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒന്നാണ്. അവൻ്റെ ജീവിത പ്രശ്നങ്ങളൊന്നാണ്. അവൻ്റെ ഈ നാട് അവന് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ മതത്തിലും ന്യൂനപക്ഷ മതത്തിലുംപ്പെട്ട സാധാരണ മനുഷ്യൻ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുകയാണ് അവർക്ക് ജീവിതത്തിൽ സുരക്ഷിതയുണ്ടാകാനുള്ള ഏറ്റവും നല്ല പൂവഴി. ജാതീയമായോ വർഗീയമായോ സംഘടിക്കുക അല്ല ചെയ്യേണ്ടത്. അവർ മതനിരപേക്ഷതയുടെ കൊടിക്കൂട ഉയർത്തിപ്പിടിക്കുകയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഒത്തുകൂടേണ്ടതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കൃഷിക്കാരനും തൊഴിലാളിയും അതുപോലെ തന്നെ വിദ്യാർത്ഥിയും സാധാരണ മനുഷ്യനും അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അവർ ഒത്തുചേരേണ്ടതാണ്. ആ ഒത്തുകൂടലിലൂടെ അവരുണ്ടാവുന്ന കരുത്താണ്, ഊർജമാണ് ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കരുത്ത് നമുക്ക് നേടുക. ഓരോ ജനവിഭാഗത്തിനും അവരവരുടേതായ സംസ്കാരങ്ങളുണ്ട്, അവരവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് എൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. എനിക്ക് ശ്രീകൃഷ്ണനെ വിശ്വസിക്കാൻ അവകാശമുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. യേശു ക്രിസ്തുദേവനെ വിശ്വസിക്കാൻ അവകാശമുണ്ട്. എനിക്ക് ആരാധിക്കാനുള്ള അവകാശമുണ്ട്. എവിടെയും എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എനിക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതുപോലെ ഇതൊന്നിലും പങ്കെടുക്കേണ്ട തീരുമാനിച്ചാൽ, ഒരാൾ തീരുമാനിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. ഈ രണ്ടും പരസ്പരം അംഗീകരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഏറ്റവും നല്ല വഴി പരസ്പരം അംഗീകരിക്കലാണ്. രാജ്യത്തെ എല്ലാ വിഭാഗത്തിൻ്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം ഉണ്ടാവണം. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനയിൽ തൊടാൻ പാടില്ല. ആരാധനയിൽ പൂർണ്ണമായി സംരക്ഷണം ഉണ്ടാവണം. എൻ്റെ വിശ്വാസത്തിന് എനിക്ക് സംരക്ഷണം ഉണ്ടാവണം. അങ്ങനെ സംരക്ഷണമുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത് സംരക്ഷിക്കാൻ എല്ലാ വിഭാഗവും ഒത്തുചേരണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാ വിഭാഗവും ഒത്തുചേർന്നുകൊണ്ട് ആ നിലയിലുള്ള ഏകോദര സഹോദരങ്ങളെ പോലെ മുമ്പോട്ട് പോകലാണ് ഒരു നാട് ഏറ്റവും നന്ന് വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല കരുത്തുണ്ടാകുന്നത് അവിടെ നിന്നാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ന് രാജ്യത്തെ ജനങ്ങളോട് അപേക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ പാർട്ടി ഈ പ്രസ്ഥാനത്തെ പരിശോധിച്ചാൽ അറിയും, ഞങ്ങൾ ഒരിക്കലും RSSുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഒരു വർഗീയ ശക്തിയുമായും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല. SDPIയും RSSും ഞങ്ങളെ കൊല്ലാറുണ്ട്. ഞങ്ങൾ ഒരു വർഗീയതയുമായ അത് ന്യൂനപക്ഷ വർഗീയതയായാലും ശരി, ഭൂരിപക്ഷ വർഗീയതയായാലും ശരി, ഒരു വർഗീയതയുമായി ഒരിക്കൽ പോലും സന്ധി ചെയ്യാത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എവിടെയെങ്കിലും വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സീറ്റിന് വേണ്ടിയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ ഒരു RSSകാരനുമായി സന്ധി ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പോകാറില്ല. അത്തരമായ യാതൊരു സംവിധാനത്തിലും ഞങ്ങൾ മുമ്പോട്ട് പോകാറില്ല. ഒരിക്കൽ പോലും സന്ധിയില്ലാതെ വളരെ വ്യക്തമായി തന്നെ ഈ വിഭാഗത്തെ RSSന്റെ വർഗീയത അതിതീക്ഷ്ണമായി എതിർക്കുന്നൊരു പ്രസ്ഥാനമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അതിന്റെ പ്രതിഫലനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്ക്, ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കണ്ടകോടാരി വെക്കുന്ന ബില്ല് പാർലമെന്റ് പാസ്സാക്കി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യയിലെ ഇടതുപക്ഷവും അതിനെതിരായി അതിതീഷ്ണമായ പ്രക്ഷോഭത്തിന്റെ പരമ്പരകൾ ഉയർത്തിക്കൊണ്ടുവന്നു. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരം പോലെ സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിലെങ്കിലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നല്ലോ. എന്തേ ആ ഗവൺമെന്റുകൾക്ക് അത്തരം ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ആ ഘട്ടത്തിൽ കേരളത്തിൽ കഴിഞ്ഞത് എന്തുകൊണ്ട് അപ്പുറത്ത് കർണാടകത്തിൽ അന്ന് കഴിഞ്ഞില്ല? അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നല്ലോ അവിടെ. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റിനും അതായില്ല? അത് ചെയ്യണമെന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നിർദ്ദേശമുണ്ടായില്ല? ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ അസംബ്ലി വിളിച്ചു ചേർത്ത് പ്രതിപക്ഷ കക്ഷികളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ അസംബ്ലി വിളിച്ചു ചേർത്ത് ഇതിനെതിരായി പ്രമേയം പാസാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായി. കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിനെതിരായി പ്രമേയം പാസാക്കിയ
ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഈ കേരളം. പ്രതിപക്ഷ നേതാവിനെ അടക്കം കൂട്ടി രക്ഷാക്ഷ മണ്ഡപത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ കക്ഷി നേതാക്കന്മാരും എത്തിച്ചേരുകയുണ്ടായി. എന്തേ അപ്പുറത്ത് കർണാടകത്തിലെ അത്തരൊരു പ്രമേയം അന്ന് പാസാക്കിയില്ല? എന്തുകൊണ്ട് കർണാടകത്തിലെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് അവർ ഇതുപോലെ ഒരു നിലപാട് സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും ആ നിലപാട് സ്വീകരിച്ചില്ല? രാഷ്ട്രീയമായി ഇതിനെ നേരിടാനുള്ള ഉൾക്കരുത്ത് ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസിനകത്ത് തന്നെ അക്കാര്യത്തിൽ ശക്തിയായ അഭിപ്രായ ഭിന്നതയാണ്. അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഇതിൻ്റെ പ്രതിഫലനം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്ന മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അവിടെ രക്ഷയ്ക്കെത്തുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കുമെന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ അവർക്ക് ബോധ്യമാവുകയാണ്. ആ ബോധ്യമാവുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ ഒത്തുചേരൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൂവച്ചൽ പഞ്ചായത്തിൽ നമ്മോടൊപ്പം എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാനവരെ ആർദ്രമായി സ്വാഗതം ചെയ്യുക. തീർച്ചയായും ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളെല്ലാം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് ഭാവിയിൽ മനസ്സിലാവും. നിങ്ങൾക്കെല്ലാം നല്ല പരിഗണന നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഒരുമിച്ച് പോകാൻ നാളത്തെ ഒരു നല്ല ഇടപെടലിന് വേണ്ടി, നമ്മുടെ എല്ലാം ഭാവിക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, ഈ നാട് ഒന്നായി നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ എല്ലാ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരു മതനിരപേക്ഷ ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ഉയർന്ന ചിന്താഗതി, ഉയർന്ന കടമ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് നിങ്ങളോട് പോകാൻ തയ്യാറായ നിങ്ങൾക്ക് വളരെ സ്നേഹ ആശംസകൾ അറിയിച്ച് ഈ പ്രസ്ഥാനത്തേക്ക് വളരെ സന്തോഷത്തോടെ എല്ലാ ഹൃദയം നിറഞ്ഞ് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അഭിവാദ്യം. സഹകളെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രസ്ഥാനം വിട്ട് പുരോഗമന പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് വരാനുണ്ടായ സാഹചര്യം, ആ സാഹചര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ സജാദിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി ആനാവൂർ സാർ, മറ്റ് ഈ മേഖലയുടെയൊക്കെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, എന്നോടൊപ്പം വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വർഗീയ പാർട്ടികളുമായി സന്ധിയില്ലാത്ത സമരങ്ങൾ സംഘടിപ്പിക്കുകയും സാധാരണ ജനവിഭാഗത്തിനു വേണ്ടി എന്നും ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചത് നോക്കിക്കണ്ടും, അതുപോലെ തന്നെ NRC ആയാലും മുത്തലാഖ്, കാശ്മീർ വിഷയങ്ങൾ, അതുപോലുള്ള ജനകീയ വിഷയങ്ങളിൽ ഈ പാർട്ടി എടുത്ത നിലപാടുകൾ, അതിൽ ആകൃഷ്ടരായാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന, ലോകത്ത് ബാധിച്ചിരിക്കുന്ന മഹാവൈറസായ COVID-19, അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ പ്രവർത്തന രംഗം വളരെ സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഈ മഹാമാരിയിൽ ഒരുപാട് മരണങ്ങൾ സാധാരണ ജനങ്ങളിൽ വന്നു ഭവിച്ചപ്പോഴും കേരളത്തിൽ മരണനിരക്ക് കുറയ്ക്കുന്ന രീതിയിൽ ആരോഗ്യ മേഖല അത്ര ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിച്ച ഈ ഇടതുപക്ഷ സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണ്. അതിൽ ആകൃഷ്ടരായാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്
നമ്മളൊപ്പം തിരിച്ചുമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. എല്ലാവരെയും കണ്ടതിലും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇനിയും 100% ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമെന്നും വിശ്വാസത്തോടെ ഞാൻ പറയുന്നു. അപ്പോൾ ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ഇതിലങ്ങനെ ഒരു അറിയാലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നമ്മുടെ പ്രദേശത്താണ് താമസിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് സുഖമല്ല, ഈ കോവിഡ്-19 ബന്ധപ്പെട്ട് സുഖമല്ലാത്തതുകൊണ്ടാണ് ഈ ചടങ്ങിന് വരാതിരുന്നത്. അല്ലാതെ ഇതിനാരും പനിയാണ്, അപ്പം അതുകൊണ്ടാണ് വരാൻ കഴിയാത്തത്. ഇപ്പോൾ ഇരിക്കുന്ന കോവിഡ്-19 അല്ല, പനിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏരിയ സെക്രട്ടറി അടക്കം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സാജു അടക്കം ഇവിടെ ഉണ്ട്. അവരാരും തന്നെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ LC അംഗം കൂടിയായിട്ടുള്ള നാസറിനെ ക്ഷണിക്കുക. പ്രിയ അധ്യക്ഷൻ സഖാവ് K. രാമചന്ദ്രൻ, ഉദ്ഘാടകൻ സഖാവ് അനാവൂർ നാഗ്മ സാഹബ്, എല്ലാവർക്കും ഒരു ചെറിയ കാര്യം പറയുന്നു. ഇതുവരെ എൻ്റെ സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായിരുന്ന സാഹകളാണ് ഇപ്പോൾ ഈ ലീഗിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിലോട്ട് വന്നത്. കഴിഞ്ഞ കാലം വരെ വ്യത്യസ്തമായ അഭിപ്രായത്തോടുകൂടി ഒരു ജംഗ്ഷനിലും തന്നെ 2 പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ നല്ല നേരിൻ്റെ വഴിയിൽ വന്നെത്തിയ സഹാക്കളെ എൻ്റെ മോൾ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി എൻ്റെ ബ്രാഞ്ചിലെ അടുത്ത പ്രവർത്തനങ്ങൾക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.